നമസ്കാരം. ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് പുതിയ വിദ്യാർത്ഥികളെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് നമ്മുടെ എല്ലാ വിദ്യാലയങ്ങളിലും നടക്കുന്നത്. പച്ചവെളിച്ചം ഇപ്പോൾ ഉള്ളത് എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുന്നിലാണ്. ഈ സ്കൂള് വലിയ ഒരു പാരമ്പര്യമുള്ള നിരവധി ഡിവിഷനുകൾ ഉണ്ടായിരുന്ന നമ്മുടെ ടൗണിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കൂളായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അതിൻ്റെ എല്ലാ പ്രൗഢിയും ഇന്ന് ആ രീതിയിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിലവിലില്ല. വളരെയധികം ശുഷ്കമായ കുട്ടികളുള്ള ഒരു സ്കൂളായിട്ട് ഇവിടുത്തെ ഹൈസ്കൂൾ തലം മാറിയിട്ടുണ്ട് എന്ന കാര്യം നമുക്കിവിടെ സൂചിപ്പിക്കാതിരിക്കാൻ വേണ്ടി പറ്റില്ല. അതിന് പല കാരണങ്ങളാണ്. ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. ഇതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ, നല്ല കെട്ടിടമില്ല, നല്ല ഇരിപ്പിടമില്ല, അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ ഉള്ള ഒരവസ്ഥയാണ് ഈ സ്കൂളിനുള്ളത്. അത് നമ്മുടെ അധികൃതരുടെ വലിയ പിടിപ്പുകേട് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല. മറ്റെല്ലാ സ്കൂളുകളും ഒന്നിനൊന്നും മെച്ചപ്പെട്ട സാഹചര്യമുള്ള സമയത്താണ് വലിയ ചരിത്രപരമായ ഏറെ പ്രാധാന്യമുള്ള ഈ സ്കൂള്, വളരെ പ്രൗഢിയുണ്ടായിരുന്ന ഈ സ്കൂള് ഇന്നത്തെ നിലയിലേക്ക് വെളിമാറിയിട്ടുള്ളത് എന്ന കാഴ്ച നമ്മൾ കാണാതിരിക്കാൻ വേണ്ടി പാടില്ല. ഒരു പ്രവേശന ഉത്സവ കാലഘട്ടത്തിൽ, ഒരു പുതിയ അധ്യയന വർഷ കാലഘട്ടത്തിൽ ഈ സ്കൂളിന്റെ ഒരു അവസ്ഥ എന്തെന്ന് തേടുകയാണ് പച്ചവെളിച്ചം അത്തരം കാഴ്ചകളിലേക്ക്. സ്കൂളിലെ ഹെഡ്മാസ്റ്റർ എന്ന രീതിയിൽ എന്താണ് മാഷ്ക്ക് പറയാനുള്ളത്? ഇവിടുത്തെ പഠന നിലവാരത്തെക്കുറിച്ച്, റിസൾട്ടിനെ കുറിച്ച്, ഭൗതിക സാഹചര്യങ്ങളെക്കുറിച്ച് എന്താണ് പറയാൻ? പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അധ്യയന വർഷം SSLCയിൽ 47 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. 47 കുട്ടികളും ഉയർന്ന ഗ്രേഡോടുകൂടി വിജയിച്ചു എന്നതോടൊപ്പം തന്നെ 10 കുട്ടികൾ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടി വിജയിച്ചു. അതുപോലെ 4 കുട്ടികൾ 9 വിഷയങ്ങളിൽ A+ നേടി. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ഉയർന്ന ഒരു നിലവാരം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ അധ്യാപക സുഹൃത്തുക്കളും അതുപോലെ രക്ഷിതാക്കളും കുട്ടികളും PTA അടക്കമുള്ള എല്ലാവരും അകമഴിഞ്ഞ പിന്തുണ നൽകിയതുകൊണ്ടാണ് ഈ ഒരു വിജയം നേടാൻ വേണ്ടി പറ്റിയത്. അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെയും നഗരസഭയുടെയും ഒക്കെ പൂർണ്ണ പിന്തുണ ഇക്കാര്യത്തിലുണ്ടായിട്ടുണ്ട് എന്നാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. അതുപോലെ ഈ വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുട്ടികളുടെ എണ്ണം കൂടിയിട്ടാണുള്ളത്. നമ്മുടെ സമീപത്തുള്ള ആനന്ദ ആശ്രമത്തെ താമസിച്ച് പഠിക്കുന്ന കുറേയധികം കുട്ടികൾ ഇപ്രാവശ്യം നമ്മുടെ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സമീപത്തുള്ള പല സ്കൂളിൽ നിന്നും കുട്ടികൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്കൂളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് പല സ്കൂളുകളിൽ നിന്ന്, ഏതാണ്ട് 27ഓളം സ്കൂളുകളിൽ നിന്നും, അവിടെ സമീപത്തെ 3-4 ജില്ലകളിൽ നിന്നുള്ള 27ഓളം സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളാണ് നമ്മുടെ വിദ്യാലയത്തിൽ പഠിക്കുന്നത്.
ഫീഡിംഗ് സ്കൂൾ എന്നുള്ളത് ഒന്നോ രണ്ടോ എന്ന രീതിയിലല്ല, അസമത്തിലോ അല്ലെങ്കിൽ ദർശലോ ഒക്കെയുള്ള പല ഭാഗത്തു നിന്നുള്ള കുട്ടികൾ നമ്മുടെ വിദ്യാലയത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ വർഷം 10ാം ക്ലാസ്സിലേക്ക് 66 കുട്ടികളാണുള്ളത്. ഉയർന്ന രീതിയിൽ തന്നെ വിജയം നേടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന് മുന്നൊരുക്കങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്രാവശ്യം ഏതാണ്ട് 66ഓളം കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് എന്ന വസ്തുതയും കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. അതുപോലെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള ഭിന്നശേഷിയുള്ള കുട്ടികളും ഒരുപാട് പഠിക്കുന്ന ഒരു വിദ്യാലയമാണ്. വളരെ സന്തോഷത്തോടെ അവരെ എല്ലാവരെയും നമ്മൾ ഈ അധ്യയന വർഷത്തിൽ സ്വാഗതം ചെയ്യുകയാണ്.